ഇപ്പോൾ നരകാസുരന് വരം കൊടുത്ത പോലെയായി എന്ന് പുരാണത്തിലെ കഥ പോലെയാണ് ഇപ്പോൾ BJP-യുടെ കാര്യം. മോഡിയെ അങ്ങ് പൊക്കി 2014 മോഡി മേപ്പോട്ട് 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 മോഡിയെ അങ്ങ് ഉയർത്തിക്കാട്ടി വികസനത്തിന്റെ നായകനാക്കി അങ്ങനെ അവതരിപ്പിച്ച് സംഘപരിവാർ വിദ്വേഷ രാഷ്ട്രീയം വളർത്തി മോഡിയെ പ്രധാനമന്ത്രിയാക്കി. ഇപ്പൊ 3ാമത്തെ തവണയും മോഡി പ്രധാനമന്ത്രിയാവും. ഇപ്പോൾ സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് കാര്യം വിട്ട പോലെയായി. മോഡി ഇപ്പോൾ എന്താ പറയുക, വിശ്വഗുരുവാണ്. ദൈവത്തിനെ നേരിട്ട് മോഡി ഏൽപ്പിച്ചതാണ്, അല്ലാണ്ട് RSS വഴി ഏൽപ്പിച്ചതല്ല. മോഡിയെ നേരിട്ട് ദൈവം തെരഞ്ഞെടുത്തതാണ്, അതായത് ദൈവത്തിന്റെ നിയോഗമാണ് ചെയ്യുന്നത് എന്നൊക്കെ തുടങ്ങിയുള്ള അസംബന്ധങ്ങൾ മോഡിയും അമിത്ഷായും അവരുടെ സംഘങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ RSS-ന് സഹിക്കാൻ പറ്റില്ല. കാരണം മോഡി എന്ന് പറയുന്നത് RSS-ന്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയാണ്, BJP അടക്കം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും മോഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു ലാർജർ ദാൻ റിയൽ സൈസ് നമ്മൾ പറയുന്നു, അങ്ങനെ ഒരു വലിപ്പമുണ്ടായി. ആ വലിപ്പത്തിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? മോഡിക്ക് RSS-നോട് അത്ര ബഹുമാനം വേണമെന്നില്ല. RSS-ന്റെ നിയന്ത്രണത്തിലല്ല മോഡി നിൽക്കുന്നത്. RSS മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രമൊക്കെ വർഗീയതയൊക്കെ മോഡി ഉപയോഗിക്കും, പക്ഷേ RSS പറഞ്ഞ പോലെയല്ല മോഡി പോകുന്നത്. ഇതിന്റെ ഫലമാണ് മോഹൻ ഭാഗവത് എന്ന് പറയുന്ന RSS-ന്റെ സംഘചാലക് നേരിട്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് മോഡി ആരെങ്കിലും, മോഡി എന്നല്ല ആരായാലും, പേര് പറഞ്ഞില്ലെങ്കിൽ പോലും, ആരും പ്രസ്ഥാനത്തെക്കാളും രാജ്യത്തെക്കാളും ആശയങ്ങളെക്കാളും വലുതല്ല എന്നാ പറഞ്ഞതിനർത്ഥം വേറൊന്നുമല്ല, നരേന്ദ്രമോദി അത്ര വിലസണ്ട എന്ന് തന്നെയാണ്. നാളെ RSS അതിനെതിരായി തിരിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ആയുസ് എത്ര കാലത്തേക്ക് ഉണ്ടാവും ഭരണകർത്താവ് എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനെ അനുബന്ധമായി കേരളത്തിൽ പോലും ചില സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. കേരളത്തിലെ BJP നേതൃത്വത്തിൽ നിന്ന് RSS-ന്റെ ഒരു ഉന്നത നേതാവിനെ, BJP നേതാവായി നിങ്ങൾ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് പിൻവലിച്ചു എന്ന വാർത്തകൾ. അപ്പോൾ ഇത് BJP-യും RSS-ഉം തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമാണോ, അതോ മോഡിയെ മാറ്റി യോഗിയെ പോലെയുള്ള കൂടുതൽ തീവ്രവാദികളായ ആളുകളെ കൊണ്ടുവരുന്നതാണോ? മോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണാധികാരിയായിരിക്കുകയും അദാനി പ്രത്യേകിച്ചും പോലെയുള്ള ആളുകളുടെ വിശ്വസ്ത ശിഷ്യനായിരിക്കുകയും ചെയ്യുമ്പോൾ ഇവരും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ എന്ത് സംഭവിക്കും? ആ കോൺഫ്ലിക്റ്റ്, ആ വൈരുദ്ധ്യമാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ പ്രകടമാവുന്നത്. മോഡി മൂലധനത്തിന്റെയും അതുപോലെയുള്ള സംഗതികളുടെയും പിന്നാലെ പോകുമ്പോൾ ചിലപ്പോൾ RSS-ന് അത് അങ്ങനെ തന്നെ കണ്ടുകൊള്ളണമെന്നില്ല. ഇത് ഒരു വശമാണ്. മറുവശത്ത് RSS കൈ കഴുകാൻ ശ്രമിക്കുകയാണോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം മോഡി ഞങ്ങളുടെ ആളല്ല, മോഡി പരാജയപ്പെട്ടാൽ മോഡി പരാജയപ്പെട്ടു, സംഘത്തിന് അതിന് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നതുമാവാം. ഏതായാലും RSS-ഉം നരേന്ദ്രമോദിയും സംഘവും തമ്മിലുള്ള ബന്ധം അത്ര ശുഭകരമല്ല, അത്ര സുഖകരമല്ല എന്നാണ് കാണിക്കുന്നത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.